പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ്. മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. ലോകോത്തര നിലവാരമുള്ള ഡക്സ്ഫോർഡ് പോലെയുള്ള ക്യാമ്പസുകൾ നാടിനാവശ്യമാണെന്ന് പി കെ ബഷീർ MLA. കാളിക്കാവ് ഡക്സ്ഫോർഡ് എജു പാർക്കിന്റെ 1ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം കോളേജിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ്യതയില്ലാത്തവരായിരുന്നു ഞാനെന്ന് എന്റെ വന്ദനായ പിതാവ് 987 CPM മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം വളരെ വികാരഭരിതമായി ഒരു പ്രസംഗം ചെയ്യുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് എന്റെ വിദ്യാഭ്യാസ യോഗ്യത LP ആണെന്ന് പറയുന്നത്. നിങ്ങളെ ലോവർ പ്രൈമറി എന്റെ വാപ്പ ഇത് കൊടുത്ത അസംബ്ലി കൊടുത്തത് പോലെ എന്താ അറിയോ, ലോക പരിചയം എന്നാണ് LP കൊടുത്തത് പോലെ. അത് കോമൺ സെൻസായിരുന്നു, പ്രായോഗികം. അന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത് എന്താണ്, മലബാർ വിദ്യാഭ്യാസം. അദ്ദേഹം പറയും മഴ പെയ്തപ്പോൾ പോലും സ്കൂളിന്റെ വരാതിരിക്കാൻ യോഗ്യത ഇല്ലാത്തവരായിരുന്നു പറഞ്ഞത്. നടന്നു പോകുമ്പോൾ അത് കുടല്ല, അന്ന് തൊപ്പിക്കൊടയാ അല്ലേ ഒരു കാലത്തായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അന്ന് പോകുമ്പോൾ സ്കൂളിൽ വരാതില്ല, നല്ലൊരു കെട്ടിടമില്ല, ഒരേ കുട വാങ്ങാൻ കഴിയില്ല. അപ്പൊ കയറി നിൽക്കാൻ നല്ലൊരു സ്കൂൾ കെട്ടിടമില്ലാത്ത ഒരു അവസ്ഥ. അവിടെ അങ്ങോട്ടാണ് മലബാർ വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. മഹാനായ CH മുഹമ്മദ് ഫായിസ് സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി കേരള മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. അവിടെ അങ്ങോട്ടാണ് ഇപ്പോൾ 979-80 മലപ്പുറത്ത് എല്ലാ പഞ്ചായത്തിലും ഒരു ഹൈസ്കൂൾ ഉണ്ടാവും, ഒരു കോളേജാണ്. ഉണ്ടാവും വിദ്യാഭ്യാസം കാത്തുനിന്നും എന്ത് ഓരോരുണ്ടാവും. അവരെത്ര കോമ്പറ്റൻസി നമുക്ക് ഇപ്പോഴും ഇല്ല. ഇന്ന് കാണുന്ന സമയം മമ്പാട് കോളേജ് ഉണ്ടല്ലോ, അറിയോ? മമ്പാട് കോളേജ് MBS അതുണ്ടാക്കിയ മമ്പാട് അത്തമ്പൂരി അതിനായിട്ട് വിദ്യാഭ്യാസത്തിനല്ലോ 2ാം ക്ലാസ്സിൽ അദ്ദേഹത്തിന് 25 ഏക്കർ ഒരു ഒട്ടക്കുന്ന് മമ്പാട് കൊടുത്തിട്ടാണ് അവിടെ കോളേജ് ഇടുന്നത്. അത് മമ്പാട് അത്തമ്പൂരി അധികാരി. അവർ 2ാം ക്ലാസ് പോയി. കാമരാജ് നാടാണ് വിദ്യാഭ്യാസം തന്നത്, അറിയോ? തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി 962. ഇവിടെ ചരിത്രം പഠിക്കണം. ഇപ്പൊ വാട്സാപ്പിലൊക്കെ നോക്കും, പാർട്ടി ഇങ്ങനെ ഒറ്റ കഴിക്കുമ്പോഴും മുതുക്ക് നോക്കണം. അതാണ് മൂന്നല്ലാതെ ഒരു കാലഘട്ടം. കുറെയൊക്കെ ചരിത്രം പഠിക്കണം. വിദ്യ തേടി കേരളത്തിന്റെയും ഇന്ത്യയുടെയും അതിരു കടന്നു പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. GCC രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവാസികളും അവരുടെ പണവും നാട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു. എന്നാൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസവും മറ്റും പോകുന്നവർ അവിടങ്ങളിൽ സ്ഥിരതാമസമാക്കുന്നതിനാൽ രാജ്യത്ത് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഡക്സ്ഫോർഡ് എജു പാർക്ക് ചെയർമാൻ VP മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ യൂണിഫോം സർവീസസ് പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് പ്രോഗ്രാം AP ഷൗക്കത്ത് അലി IPSഉം ACCA പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ഡക്സ്ഫോർഡ് ഫിനാൻസ് ഡയറക്ടർ അഷ്റഫ് എറമ്പത്തും നിർവഹിച്ചു. KMCC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡക്സ്ഫോർഡ് വൈസ് ചെയർമാൻ അബ്ദുൽ മുഹൈബിന് ഡക്സ്ഫോർഡ് മാനേജ്മെന്റും ഷൗക്കത്ത് അലി IPS എന്നിവർ ചേർന്ന് സ്നേഹോപകാരം നൽകി. ഡക്സ്ഫോർഡ് എജു പാർക്ക് MT CEO ഫരീദ് റഹ്മാനി കാളിക്കാവ്, വൈസ് ചെയർമാൻ മജീദ് കാളമ്പാറ, പ്രിൻസിപ്പൽ അലവി ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഷ്കാന്ത് അഷ്റഫ്, ഡോക്ടർ മിസാബ് റിസ്വാനലി എന്നിവർ പ്രസംഗിച്ചു. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം.